നമസ്തേ. രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ന്യൂസ് ഹെഡ്ലൈൻസ് brought to you by Happy Jacks. Happy keeps everybody happy. ഡൽഹിയിൽ ഹുമയൂൺ ശവകുടീരത്തോട് ചേർന്ന് വൻ അപകടം. കെട്ടിടത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് 5 പേർ മരിച്ചു. കുടുങ്ങിക്കിടന്ന 11 പേരെ ആശുപത്രിയിലെത്തിച്ചു. അപകടം ശക്തമായ മഴയെ തുടർന്ന് കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നതായി സംശയം. രക്ഷാപ്രവർത്തനം തുടരുന്നു. ട്രംപ് പുടിൻ കൂടിക്കാഴ്ച ഇന്ന്. ലക്ഷ്യം ഉക്രൈൻ യുദ്ധം പരിഹരിക്കൽ. ചർച്ച പരാജയപ്പെട്ടാൽ ഭാരതത്തിന് ചുമത്തിയ അധിക താരിഫ് വീണ്ടും ഉയർത്തിയേക്കും. എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യ ദിനാഘോഷ നിറവിൽ രാജ്യം. ചെങ്കോട്ടയെ ദേശീയ പതാക ഉയർത്തി പ്രധാനമന്ത്രി. ആണവായുധം കാട്ടി ഭാരതത്തെ വിരട്ടേണ്ടെന്ന് നരേന്ദ്രമോദി. ട്രംപിന്റെ പിഴത്തീരുവ നേരിടാൻ കൂടുതൽ നടപടികൾ. GST ഇളവുകൾ പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി. बहुत गर्व के साथ एक बात का जिक्र करना चाहता हूं. आज से 100 साल पहले एक संगठन का जन्म हुआ, राष्ट्रीय स्वयंसेवक संघ. 100 साल की राष्ट्र की सेवा एक बहुत ही गौरवपूर्ण. സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ RSS ശതാബ്ദി പരാമർശിച്ച് പ്രധാനമന്ത്രി. 100 വർഷത്തെ രാഷ്ട്രസേവനത്തിന് സമാനതകളില്ല. RSS ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയെന്നും നരേന്ദ്രമോദി. വീര സവർക്കർക്ക് ആദരമർപ്പിച്ച കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. സ്വാതന്ത്ര്യദിന ആശംസാ കാർഡിൽ അർഹമായ പരിഗണന. പോസ്റ്ററിൽ ഗാന്ധിയും നേതാജിയും ഭഗത് സിംഗും. ജമ്മുകാശ്മീരിൽ മേഘവിസ്ഫോടനം. 46 മരണം. 200-ലേറെ പേരെ കാണാതായി. മരിച്ചവരിൽ CISF ജവാന്മാരും. രക്ഷാപ്രവർത്തനം തുടരുന്നു. ഏറ്റവും പുതിയ വാർത്തയിലേക്ക്. ഡൽഹി നിസാമുദ്ദീൻ ഹുമയൂൺ ശവകുടീരത്തോട് ചേർന്നുള്ള കെട്ടിടത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് 5 പേർ മരിച്ചു. കെട്ടിടത്തിൽ കുടുങ്ങി പരിക്കേറ്റ 11 പേരെ ആശുപത്രിയിലെത്തിച്ചു. ശക്തമായ മഴയെ തുടർന്നായിരുന്നു ഈ അപകടം. കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നതാണ് സംശയം. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, ഇന്ന് രാവിലെ മുതൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ നിറവിലായിരുന്നു രാജ്യതലസ്ഥാനം. പക്ഷേ വൈകിട്ട് ഇപ്പോൾ നമ്മൾക്ക് ഒരു സങ്കടകരമായ വാർത്ത പങ്കിടേണ്ടി വരുന്നു. ഹുമയൂൺ ശവകുടീരത്തോട് ചേർന്നുള്ള കെട്ടിടം ശക്തമായ മഴയെ തുടർന്ന് ഇടിഞ്ഞു വീണിരിക്കുന്നു. 5 പേരുടെ മരണം സ്ഥിരീകരിക്കുന്നു. 11 പേരെ രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനം ഇപ്പോഴും അവിടെ തുടരുകയാണ്. കൂടുതൽ വിവരങ്ങൾ ശ്രീകാന്ത്. കുറച്ച് സമയം പിന്നിട്ടിരിക്കുന്നു ഈ സംഭവം നടന്നിട്ട്. 5 പേർ മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുന്ന വിവരം. അവിടെ കുടുങ്ങിപ്പോയ ആളുകളെ രക്ഷപ്പെടുത്തിയിട്ടുമുണ്ട്. ഇവിടെ ഹുമയൂൺ ശവകുടീരമുണ്ട്. അവിടെ ധാരാളം ആളുകൾ ഇന്ന് അവധി ദിവസമായതിനാൽ അവിടെ എത്തിയിരുന്നു. അവിടെ സമയം ചെലവഴിക്കാൻ എത്തിയിരുന്നു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് മുകളിലേക്കാണ് ഈ കെട്ടിടം ഇടിഞ്ഞു വീണത്. ഇത് സംരക്ഷിത സ്മാരകമാണ് ഹുമയൂൺ ശവകുടീരം. അതിന് തൊട്ടടുത്തായി ഉണ്ടായിരുന്ന ഒരു കെട്ടിടമാണ് ഇടിഞ്ഞു വീണത്. ഈ ആളുകൾ ഓടി മാറുന്നതിനുള്ള സമയം പോലും കിട്ടിയില്ല. ഇവിടെ കുറച്ചധികം ദിവസങ്ങളായി ഡൽഹിയിൽ കനത്ത മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ പഴയ കെട്ടിടങ്ങളൊക്കെ തന്നെ നനഞ്ഞു കുതിർന്ന് വീഴാറായ ഒരു സാഹചര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ 2-3 ഇടങ്ങളിൽ സമാനമായ പ്രശ്നമുണ്ടാവുകയും ആളുകൾ മരിക്കുന്ന വാർത്തകൾ പുറത്തു വരികയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹുമയൂൺ ശവകുടീരത്തിൻ്റെ തൊട്ടടുത്ത് ഒരു കെട്ടിടം ഇടിഞ്ഞു വീണ് 5 പേർ മരിച്ചത്. കുറേയധികം ആളുകൾ കുടുങ്ങിക്കിടന്നിരുന്നു. അവിടെ അവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീകാന്ത്, ഒരു കാര്യം കൂടി. ഈ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണോ? കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായി വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? മരിച്ചവർ ആരൊക്കെ തുടങ്ങിയ വിവരങ്ങളും ഇപ്പോൾ നൽകാൻ കഴിയുന്ന അവസ്ഥയിലാണോ ശ്രീകാന്ത്?
നിലവിൽ അവിടെ ആരും കുടുങ്ങിക്കിടപ്പില്ല. രക്ഷാപ്രവർത്തനം ഏറെക്കുറെ അവസാനിച്ചു എന്ന് തന്നെ പറയാം. കാരണം അവിടെ നിലവിൽ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ തന്നെ അവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. ആ സ്ഥലം പോലീസ് സീൽ ചെയ്തിട്ടുണ്ട്. അവിടേക്ക് ആരെയും നിലവിൽ കടത്തിവിടുന്നില്ല. ആരെങ്കിലും ഇനി അവിടെ ഉണ്ടോ എന്നുള്ള തെരച്ചിൽ മാത്രമാണ് നടക്കുന്നത്. ആ സമയത്ത് തന്നെ ഇടപെട്ടു. പോലീസിൻ്റെയും ഒക്കെ ഭാഗത്തുനിന്നും അവിടെ ഉണ്ടായിരുന്ന ആളുകളും ഇടപെട്ട് രക്ഷാദൗത്യം ആ സമയത്ത് തന്നെ പൂർത്തിയാക്കിയിരുന്നു. ഇനി ആരെങ്കിലും ആ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടോ, കുടുങ്ങി കിടപ്പുണ്ടോ എന്നുള്ള പരിശോധന മാത്രമാണ് നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ രക്ഷാദൗത്യം കാര്യമായി ചെയ്യാൻ സാധിച്ചിരുന്നു. ഇപ്പോൾ അവിടെ നിന്നും ആളുകളെ മുഴുവൻ ഒഴിപ്പിച്ചിട്ടുണ്ട്. അതെ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ശ്രീകാന്ത് പങ്കുവച്ചത്. ഡൽഹി നിസാമുദ്ദീൻ ഹുമയൂൺ ശവകുടീരത്തോട് ചേർന്നുള്ള കെട്ടിടത്തിൻ്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു വീണ് 5 പേർ മരിച്ചത്. കെട്ടിടത്തിൽ കുടുങ്ങി പരിക്കേറ്റ 11 പേരെ ആശുപത്രിയിലെത്തിച്ചു. ശക്തമായ മഴയെ തുടർന്നായിരുന്നു ഈ അപകടം. അവിടെ രക്ഷാപ്രവർത്തനം ഏകദേശം പൂർത്തിയായിട്ടുണ്ട് എന്നാണ് ശ്രീകാന്ത് നൽകുന്ന വിവരങ്ങൾ. ഈ വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. മറ്റു വാർത്തകളിലേക്ക്. ഉക്രൈൻ സംഘർഷം പരിഹരിക്കുന്നത് സംബന്ധിച്ച് ട്രംപ് പുടിൻ കൂടിക്കാഴ്ച ഇന്ന് രാത്രി. അലാസ്കസിലാണ് ഇരു നേതാക്കളും തമ്മിൽ ചർച്ച നടക്കുന്നത്. ട്രംപ് പുടിൻ ചർച്ച പരാജയപ്പെടുകയാണെങ്കിൽ ഭാരതത്തിന് ചുമത്തിയ അധിക താരിഫ് വീണ്ടും ഉയർത്തിയേക്കുമെന്ന് US സെക്രട്ടറി സ്കോട്ട് ബെസ്റ്ററ്റ് ഇന്നലെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ചർച്ചയിൽ പ്രതീക്ഷയുള്ളതായി സെർഗി ലെവറോവ് പറഞ്ഞു. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുകയാണ്. ഐസൺ, വളരെ പ്രധാനപ്പെട്ട ഇരു നേതാക്കളുടെ കൂടിക്കാഴ്ചയാണ് ഇന്ന് വൈകിട്ട് നടക്കുന്നത്. ഉക്രൈൻ സംഘർഷം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ട്രംപ് പുടിൻ കൂടിക്കാഴ്ച. പക്ഷേ ഈ കൂടിക്കാഴ്ചയിൽ ഭാരതവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. അതായത് അധിക താരിഫിനെ സംബന്ധിച്ച ഉള്ള വിവരങ്ങളാണ്. കൂടുതൽ വിവരങ്ങൾ ഐസൺ ജോസ്. വിനോദ്, തീർച്ചയായും ഈ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ച നിർണായകമാകുന്നത് ഭാരതത്തിന് അധിക താരിഫ് ഏർപ്പെടുത്തിയത്, അതായത് 25% അധിക താരിഫ് ഈ സെപ്റ്റംബർ 17 കൂടി നടപ്പാക്കുന്ന രീതിയിൽ പുറപ്പെടുവിച്ചത്. അതിനുള്ള ട്രംപ് ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള അടിസ്ഥാന കാരണം തന്നെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് സംബന്ധിച്ച തർക്കമാണ്. എണ്ണ വാങ്ങുന്നത് നിർത്തിവെക്കണമെന്നൊരാവശ്യമാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. എന്നാൽ ഇതിന് തയ്യാറില്ലെന്ന് ഭാരതം അറിയിച്ചതിന് പിന്നാലെയാണ് 25% അധിക താരിഫ് ചുമത്തിയത്. ഇപ്പോൾ 50% ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക താരിഫ് ചുമത്തിയിരിക്കുന്നത്. അത് സെപ്റ്റംബർ 17 പൂർത്തിയായി പൂർണ്ണമായും അത് നടപ്പാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഈ അടുത്ത ദിവസം, അതായത് 2 ദിവസം മുമ്പാണ് സ്കോട്ട് ബെസറ്റിൻ്റെ ഭാഗത്തു നിന്ന്, US ട്രഷറി സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു നിലപാടുണ്ടായത്. ട്രഷറി സെക്രട്ടറി പറയുന്നത് ഇത്തരത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള ചർച്ചകളുടെ പരാജയം ഉണ്ടാവുകയാണെങ്കിൽ അത് എണ്ണ ഇറക്കുമതി സംബന്ധിച്ച്, റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഭാരതം നടത്തുന്ന ആ വിഷയം കൂടുതൽ സങ്കീർണമാക്കുകയും കൂടുതൽ താരിഫ് ഭാരതത്തിന് ചുമത്താനുള്ള സാധ്യതയുണ്ടെന്നൊരു സൂചനയും നൽകിയിരുന്നു. ഇത് തന്നെയാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായൊരു വിഷയമായി ഉയർന്നു വരുന്നത്. മറ്റൊരു സുപ്രധാന വിഷയം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ അവിടെ റഷ്യൻ പ്രസിഡന്റ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രി സെർഗി ലെവറോവ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സെർഗി ലെവറോവ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ ചർച്ചയിൽ പ്രതീക്ഷയുണ്ട്. പല സൂചനകളും പല വിവരങ്ങളും നേരത്തെ പുറത്തു വന്നിരുന്നു. ഏറ്റവും സുപ്രധാന വിവരം എന്ന് പറയുന്നത് ചർച്ച പരാജയപ്പെടാൻ 25% സാധ്യതയുണ്ട് എന്ന ചില നിരീക്ഷണങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ചർച്ചകൾ പരാജയപ്പെടുകയാണെങ്കിൽ എന്തായിരിക്കും നടപടി എന്നൊരു ചോദ്യം മുന്നോട്ട് വരികയും ആ ചോദ്യത്തിന് ഉള്ള ഒരു മറുപടി എന്ന നിലയിലാണ് ലെവറോവിൻ്റെ ഭാഗത്തു നിന്ന് വളരെ കൃത്യമായൊരു നിലപാടുണ്ടായിരിക്കുന്നത്. അതായത് ചർച്ചകളിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു, ബാക്കിയുള്ളത് വരുന്ന വഴിയിൽ കാണാമെന്ന നിലപാടാണ് അദ്ദേഹം അറിയിക്കുകയും ചെയ്തത്. ഇന്ന് രാത്രി, അതായത് നാളെ പുലർച്ചെ 1 മണിയോടുകൂടിയാണ് ട്രംപിൻ്റെയും, ഭാരത സമയം നാളെ പുലർച്ചെ 1 മണിയോടുകൂടിയാണ് ട്രംപിൻ്റെയും പുടിൻ്റെയും കൂടിക്കാഴ്ച നടക്കുക. അലാസ്കയിലാണ് കൂടിക്കാഴ്ച നടക്കുന്നത്. ഈ കൂടിക്കാഴ്ചയോടുകൂടി ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന്, യുക്രൈൻ യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കുന്നതിനുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ലക്ഷ്യമാണ് ഉള്ളത്. തുടരുക. ചർച്ചയിൽ പ്രതീക്ഷയുള്ളതായി സെർഗി ലെവറോവ് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. Мы никогда не загадываем ничего наперед. Мы знаем, что у нас есть аргумент, у нас есть позиция понятная, четкая. Мы будем ее излагать. Здесь уже немало сделано в ходе визитов Стивена Уиткофа. Президент об этом сказал. И Уиткоф выступал от имени президента Трампа. Надеюсь, что мы сегодня, завтра. അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇപ്പോൾ കേട്ടത്. ഐസൺ, ഒരു കാര്യം കൂടി ഈ ഘട്ടത്തിൽ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, റഷ്യയുമായി ഭാരതത്തിൻ്റെ നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തിപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണല്ലോ ഇപ്പോൾ ഈ ചർച്ച നടക്കുന്നത് എന്നുകൂടി കൂട്ടി വായിക്കേണ്ടതില്ലേ?
വിനോദ്, തീർച്ചയായും റഷ്യയുമായി വളരെ കാലങ്ങളായുള്ള, അതായത് ഭാരതം സ്വതന്ത്ര ഭാരതമാകുന്ന സമയത്ത് തന്നെയുള്ള അതിശക്തമായ ബന്ധമാണ് നിലനിൽക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, സൈനിക രംഗത്തും സൈനികേതര രംഗത്തും പ്രത്യേകിച്ചും ഈ സ്റ്റീൽ ഉൽപ്പന്നങ്ങളുടെ എല്ലാം തന്നെ മേഖലയിൽ കൃത്യമായ ഒരു പിന്തുണ ഭാരതത്തിന് നൽകിയ ഒരു രാഷ്ട്രമാണ് റഷ്യ. സ്വാഭാവികമായും റഷ്യയുമായുള്ള ബന്ധമെന്ന് പറയുന്നത് ഈ ഭാരതത്തിൻ്റെ ചരിത്രത്തോളം വലിയ ബന്ധമാണ് റഷ്യയുമായുള്ളത്. മാത്രമല്ല, പരമ്പരാഗത കാലത്ത് മുതൽ തന്നെ റഷ്യയുമായുള്ള ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ നിലനിന്നിരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടി തന്നെയാണ് തീർച്ചയായും ഭാരതവുമായുള്ള റഷ്യയുടെ ബന്ധം അല്ലെങ്കിൽ നയതന്ത്ര ബന്ധം ഏറെ ശക്തമായി തന്നെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങി അത് ഭാരതം എണ്ണ വാങ്ങുന്ന ഒരു തീരുമാനമെടുക്കുന്നത്. അതായത് റഷ്യയിൽ നിന്നും എണ്ണ വിൽക്കുന്നതിന് ഉപരോധം അമേരിക്ക ഏർപ്പെടുത്തിയപ്പോൾ ഭാരതം റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാൻ തയ്യാറാവുകയും അത് ഇന്ത്യൻ റുപ്പിയിൽ വാങ്ങാൻ തയ്യാറാവുകയും ഒക്കെ ചെയ്തത് വലിയ രീതിയിലുള്ള ഒരു ആഘാതം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ റഷ്യയുടെ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ പൂർണ്ണമായ സഹായം ഉറപ്പാക്കുന്ന നീക്കങ്ങൾ തന്നെയാണ് ഭാരതം കാലങ്ങളായി തുടരുന്നത്. സ്വാഭാവികമായും ഈ ഒരു സാഹചര്യം കുറെ കൂടി ശക്തമായ ബന്ധത്തിന് വഴിയൊരുക്കുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അതെ, ഉക്രൈൻ സംഘർഷം പരിഹരിക്കുന്നത് സംബന്ധിച്ച് ട്രംപ് പുടിൻ കൂടിക്കാഴ്ച ഇന്ന് നടക്കുന്നു. അലാസ്കസിലാണ് ഇരു നേതാക്കളും ഇന്ന് രാത്രിയിൽ ചർച്ച നടത്തുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ്. ഉയരെ ഭാരതം. എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് അട്ടാരി വാഗ അതിർത്തിയിൽ ബീറ്റിംഗ് റിട്രീറ്റ് തുടരുകയാണ്. ഇരു സൈന്യത്തിൻ്റെയും പരിപാടികൾ കാണാൻ നിരവധി ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. സൈനികരുടെ വിവിധ അഭ്യാസ പ്രകടനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. अपराधी को चुन के निकालना हो तो किस तरह उसे चुनकर निकालेगा, इसी का एक डेमोन्स्ट्रेशन आप यहाँ पर देख रहे हैं. भारतीय पुलिस बलों के लिए ये श्वान उनकी प्रक्रिया में बहुत सहायक सिद्ध होते हैं. और अब ये तलाशी पर चल पड़ा. जी हाँ, सेल्फ डिटर्मिनेशन, ये श्वान गरिमा, हैंडलर कांस्टेबल रिंजू शेफ, और बिल्कुल सही ये अपने ऑपरेशनल महत्व है जिसकी व्याख्या हम समय समय पर करते रहते हैं. और अब देखिए, ये तीव्रता के साथ और ये आसपास के साथ सही निशाना, यही है सीमा प्रहरी का लक्ष्य भेदन क्षमता. और इस समय इस निशाने पर सही उतरा है ये श्वान सीमा सुरक्षा बल फ्लाइंग मोर्चा. अगला प्रदर्शन कॉम्पिटिशन देखिए, यह है श्वान पैरों इशारा मिला और तीव्रता देखिए कितनी तेजी के साथ दौड़ते हुए गजब की छलांग. ऑल इंडिया पुलिस की टीम की ये टीम चैंपियन रही है और अनेकों पदक हासिल किया है. तीव्रता के साथ इसने कॉम्बिनेशन जंप को पूरा किया और अब वर्टिकल वॉल जंप. कृपया दाहिनी से, जी हाँ, सामने बैठे दर्शक बाईं ओर देखें और इधर बैठे दाहिनी ओर. ये है भारतीय नस्ल का श्वान, जहाँ रामपुर हाउंड गया बड़ी आसानी से ये 18 फीट की दीवार पार कर गया. अगला प्रदर्शन वर्टिकल वॉल के बाद अब आप देखिए रोप लाइन. जी हाँ, किस तरह एक बार फिर ये श्वान अपनी प्रतिभा से और इससे पहले टेढ़े मेढ़े रास्ते, जंगलों के रास्ते से अगर गुजरना हो तो कैसे गुजरना है, इसका ये प्रक्रिया पूरा किया. और अब ब्लाइंड रोप लाइन का ये डेमोन्स्ट्रेशन 5 की जो भी रस्सी का पुल, अगर राहत एवं बचाव कार्यों में जाना हो, रात का अंधेरा हो, आग पर रस्सी बांधकर उसी का डेमोन्स्ट्रेशन करता ये भारतीय नस्ल का श्वान. जी हाँ, देखिए इसका संतुलन और संतुलन बनाए हुए बहुत ही भारतीय नस्ल का श्वान रोप लाइन रामपुर हाउंड और नाम है संता. बहुत ही सफल तरीके से इससे पूरा किया. कांस्टेबल विक्रम सिमान इसके हैंडलर. अगला प्रदर्शन बस असॉल्ट. जी हाँ, और अब
अब अपनी नजर ये की बात दे जाए जहां बस से छलांग लगाकर और किस तरह उसने अपराधी को पकड़ने में कामयाबी हासिल की है, इसी का प्रदर्शन आप सभी इस प्रदर्शन में देखेंगे। और ये अगला प्रदर्शन, अगले प्रदर्शन में एक एक कर रोमांच बढ़ता। जी हाँ, बस 100 के बाद आगे डेयरडेविल स्लिदरिंग के लिए तैयार। जैसे अगर एक बिल्डिंग से दूसरे बिल्डिंग पर जाना हो, रास्ता नहीं हो, तो रस्सी के सहारे किस तरह ये श्वान वहां पहुंचकर राहत एवं बचाव कार्यों में मदद करते हैं, रेस्क्यू ऑपरेशन में भाग लेते हैं। इसी का ये प्रदर्शन, ये प्रशिक्षित श्वान राष्ट्रीय श्वान प्रशिक्षण केंद्र लेकर हुए। जी हाँ, अब देखिए, इसका नाम है नाम है और ये चिंता के साथ ये बड़ी चिंता के साथ परंतु अब एक बार अपने उसके विराम आगे बढ़ते हैं अगले। यहाँ और अब फिर दाहिनी ओर की बार नजर ले जाए और जी हाँ, ये बहुत ही शानदार। जय हिंद, यही है हमारा अभिवादन। जय श्री राम, कौन प्रदर्शन समाप्त हुआ। जय श्री राम। माहौल में आइए एक बार फिर शक्ति है, संतुलन है, लचीलापन है और अनुशासन का संगम है। देवियों तथा सज्जनों, सीमा सुरक्षा बल केवल हमें गर्व है कि हमारे 18 खिलाड़ियों को अर्जुन अवार्ड से भी सम्मानित किया गया है, जबकि 2 खिलाड़ियों को पद्मश्री और 2 को नेशनल एडवेंचर अवार्ड से नवाजा गया है। और हाल ही में 79ാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് അട്ടാരി വാഗ അതിർത്തിയിൽ ബീറ്റിംഗ് റിട്രീറ്റ് തുടരുന്നു. അതിൻ്റെ ഭാഗമായി നടന്ന സൈന്യത്തിൻ്റെ നിരവധി പരിപാടികളാണ്. സൈനികരുടെ വിവിധ അഭ്യാസങ്ങൾ, ശ്വാന പ്രദർശനമടക്കമുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. രാജ്യത്തെ ചരക്ക് സേവന നികുതിയിൽ വമ്പൻ പരിഷ്കരണത്തിന് കേന്ദ്ര സർക്കാർ. ദീപാവലിയോടെ ചരക്ക് സേവന നികുതിയിൽ പരിഷ്കരണം നടപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി. ചെറുകിട ബിസിനസ്സുകൾക്കും സാധാരണക്കാർക്കും നികുതി ഭാരം കുറയും. 12%, 28% നികുതി ഘടനകളാണ് മാറുന്നത്. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, ഇന്ന് പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ നടത്തിയ സ്വാതന്ത്ര്യദിനാഘോഷ പ്രസംഗത്തിലാണ് ഇക്കാര്യം സൂചിപ്പിച്ചത്. കൂടുതൽ വിവരങ്ങൾ. വിനോദ, വിപ്ലവകരമായ തീരുമാനം എന്ന് വേണം ഇതിനെ വിശേഷിപ്പിക്കേണ്ടത്. കാരണം ഇത് ഏതാണ്ട് ജൂലൈ മാസത്തിൽ തന്നെ കേന്ദ്ര ധനമന്ത്രാലയം ഇത് സംബന്ധിച്ചൊരു പ്രപ്പോസൽ ഇത് തയ്യാറാക്കിയിരുന്നു. അതിനുശേഷം ഇത് GST കൗൺസിലിൽ ചർച്ചയ്ക്കായി വരികയും ചെയ്തതാണ്. ആ ഘട്ടത്തിൽ നമ്മൾ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ ഇന്ന് പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ഇക്കാര്യം ഊന്നിപ്പറഞ്ഞിരിക്കുന്നു. GST ഘടനയിൽ വലിയ മാറ്റം വരാൻ പോകുന്നു, സാധാരണക്കാർക്കും ചെറുകിട കച്ചവടക്കാർക്കും ഒപ്പം നിൽക്കുന്ന ഘടന കൊണ്ടുവരാൻ പോകുന്നു GSTയിൽ എന്ന് അദ്ദേഹം പറഞ്ഞതിന് പിന്നാലെ വലിയ ചർച്ചകൾ രാജ്യത്താകമാനം നടക്കുകയാണ്. അതിൽ എടുത്തു പറയേണ്ട കാര്യം 12%, അതോടൊപ്പം 28% എന്നീ നികുതി ഘടനകൾ മാറും എന്നുള്ളതാണ് കരുതപ്പെടുന്നത്. അതിനൊപ്പം തന്നെ 5%, 18% എന്നീ നികുതി ഘടനകൾ മാത്രം നിലനിർത്തുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ 12% ഉണ്ടായിരുന്ന നികുതി മുഴുവൻ ഒരുപക്ഷെ 5-ലേക്കും പോകും, 28 ഉണ്ടായിരുന്നത് 18-ലേക്കും പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഹെൽത്ത്, ലൈഫ് ഇൻഷുറൻസ് പോളിസികളുടെ നികുതി നിരക്ക് ഏകീകരിക്കൽ ഉണ്ടാകും. അവശ്യ സാധനങ്ങളുടെ നികുതി എന്നിവയിൽ മാറ്റം വരും. ഇതോടുകൂടി നിത്യോപയോഗ സാധനങ്ങളുടേതും ആരോഗ്യ മേഖലയിലടക്കം വലിയ തോതിൽ ചിലവ് കുറയുന്ന
ഒരു സാഹചര്യം ഉണ്ടാകും. Yes. അത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണമാണ് ചെയ്യുന്നത്. ചെറുകിട കച്ചവടക്കാർക്കും ഈ തീരുമാനം അത് വലിയ ഗുണം ചെയ്യുന്നതാണ്. തീർച്ചയായും ചരക്ക് സേവന നികുതിയിലാണ് വമ്പൻ പരിഷ്കാരം കേന്ദ്ര സർക്കാർ നടപ്പാക്കാൻ പോകുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും എസ് ശ്രീകാന്ത്. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുകയാണ്. ഇനിയും ജനൻ ഡിബേറ്റുമായി അനിൽ നമ്പ്യാർ ചേരും. നമസ്തേ.